ഹൈദരാബാദിലെ മദീന കോളനി എന്ന് പറഞ്ഞൊരു കോളനി, മുസ്ലിംസിന്റെ കോളനിയാണ്. മദീന കോളനി വലിയ വലിയ കോളനിയാണ്, ഇത് വലിയൊരു കോളനിയാണ്. മദീന കോളനി എന്നൊരു കോളനിയാണ്. അവിടെ ദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, പാവപ്പെട്ട വീടാണ്. 6 or 7 പെൺമക്കളും. അച്ഛൻ മയക്കുമരുന്നിനടിയാണ്. ഇയാള് വീട്ടിൽ വന്നു കഴിഞ്ഞാല് അമ്മയെയും ഈ പെൺമക്കളെയും നന്നായിട്ട് ഉപദ്രവിക്കും, തല്ലുന്ന ഭീകരാവസ്ഥയാണ് വീട്ടിൽ. ഇയാള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി അല്ലെങ്കിൽ ആ ദിവസം വല്ലാത്ത അവസ്ഥയാണ്. വഴക്കും കരച്ചിലും ബഹളവും ആകെ പ്രശ്നങ്ങളാണ്. ഈ ദിയ എന്ന് പറഞ്ഞ അതിനു മേൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ദിയ എന്ന് പറഞ്ഞ കുട്ടി. അതിനു മേലുള്ള കുട്ടികൾക്കൊന്നും വിദ്യാഭ്യാസമില്ല. കാരണം കോളനിയിൽ, പ്രത്യേകിച്ച് ആ സമുദായത്തില് ഫോറിനുകളുടെ വിദ്യാഭ്യാസം പൊതുവെ താല്പര്യമില്ല. പക്ഷെ ഈ കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ദിയയ്ക്ക്. മറ്റുള്ള കുട്ടികൾ പഠിക്കാൻ പോകുന്ന കാണുമ്പോൾ ഈ കുട്ടികളിൽ നിന്ന് വീട്ടിൽ നിന്ന് കരയും, പഠിക്കാൻ പോകുന്നു. അവസാനം അമ്മ ഇവളെ കരച്ചിൽ വേണ്ട സഹിക്കാതെ ഇവളെ അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ മാത്രം സ്കൂളിൽ വിടും. അച്ഛനോട് സമ്മതിക്കുക. കാരണം ഒരു അച്ഛന് ഇഷ്ടമല്ല സ്കൂളിൽ വിടുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ ഈ കുട്ടിയെ സ്കൂളിൽ വിടും. താമസം പിന്നെ കുറെ കഴിഞ്ഞ് അച്ഛനത് അറിഞ്ഞു. അച്ഛൻ അറിഞ്ഞപ്പോഴ് അച്ഛൻ ഇവളെ പിടിച്ച് ഇളയെ പിടിച്ച് കണ്ടമാനം തല്ലി. അതുകൂടാതെ അവളുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞു. അവളുടെ പഠിക്കാനായിട്ട് കിട്ടിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞു അച്ഛനെടുത്ത്. അവള് എന്നിട്ടും അവള് അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ അവള് സ്കൂളിൽ പോയി അവള് പഠിക്കാൻ മിടുക്കിയായിരുന്നു. നല്ല മാർക്ക്, എല്ലാത്തിനും നല്ല മാർക്ക്, പഠിപ്പിക്കുന്നത് എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും നല്ല മാർക്ക് പഠിച്ചവള് സ്കൂളിലും അവള് വളരെ പ്രശസ്തയായി. പക്ഷെ വീട്ടില് അച്ഛൻ ഇവിടെ സ്കൂൾ വിടാനായിട്ടുള്ള അച്ഛൻ എന്ന് അറിഞ്ഞോ അന്ന് ഇവൾക്ക് കൂടുതൽ തല്ലു കിട്ടും. അതുപോലെ തന്നെ കാണുന്ന ബുക്കുകളും പുസ്തകങ്ങളും കിട്ടും. അച്ഛൻ ഇത് പഠിക്കാൻ സമ്മതിക്കില്ല, രാത്രി പഠിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ആകെ ഭീകരമായ അന്തരീക്ഷമാണ്. ഒരു ദിവസം അച്ഛൻ ഇവളെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ, ഇവളെ പഠിക്കുന്നത് കാരണം അച്ഛന്റെ ദേഷ്യത്തിന് അച്ഛൻ ഇവളെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പയ്യനുമായിട്ട് വിവാഹത്തിന് ഉറപ്പിച്ചു. അത് അയാളോട് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കുകയാണ്. അവനോട് പൈസ വാങ്ങിച്ചിട്ട് ഇവളെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് എല്ലാം ഉറപ്പിച്ചു. പക്ഷെ ഇവൾ എന്ത് ചെയ്ത ഇവളെ സമ്മതിച്ചില്ല. അതിന് അച്ഛൻ കണ്ടമാനം ഉപദ്രവിച്ചു. ആ സംഭവത്തോടു കൂടെ ഇവളുടെ അമ്മ, അതുപോലെ ഇവളുടെ ചേച്ചിമാര്, അതുപോലെ ഇവൾ പഠിക്കുന്ന സ്കൂൾ അധ്യാപകർ, ഇവരെല്ലാം ശക്തമായിട്ട് ഇതിലിടപെട്ടു. ഇവളെ ഇവിടെ വീട്ടിൽ നിന്ന് മാറ്റി ഇവിടെ നിർത്തി ആ കുട്ടിയെ പഠിപ്പിച്ചു. അപ്പൊ ഇവൾക്ക് ചെറുപ്പത്തിലെ ആഗ്രഹം ഇവൾക്ക് ഡോക്ടറാണ്. കാരണം ഇവരുടെ കോളനിയില് ഒത്തിരി ആളുകള് മരുന്ന് കിട്ടാതെ, വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നത് കണ്ട് ആ കുഞ്ഞിനെ മനസ്സിൽ എനിക്കൊരു ഡോക്ടറായി ആളുകളേക്ക് സുഖപ്പെടുത്തി. ഇതാണ് അവളുടെ ആഗ്രഹം മുഴുവൻ. ആ ആഗ്രഹമാണ് ഇവൾ പഠിക്കാനായിട്ട് മുന്നോട്ട്. ഇത്രമാത്രം എതിർപ്പുകൾ അച്ഛൻ്റെ ഉണ്ടായിട്ടും ഇവളെ പഠിക്കാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം. എന്നിട്ട് ഇവള് ഹൈ മാർക്കോടുകൂടി അവള് SLC പാസ്സായി, ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾക്ക് എൻട്രൻസിന് നല്ല സ്കോർ കിട്ടി. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. സുമനസുകളുടെ സഹായത്തോടുകൂടി അവള് പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് മാറി. അവളിൽ ഇത് കഥയല്ല, റിയൽ. നമ്മള് നെറ്റിലുണ്ട്. ഈ പേരടിച്ചു കൊടുത്താണ്, ഡോക്ടർ ചെയ്യാന്ന് പേരടിച്ചു കൊടുത്താണ്. മദീന കോളേജിൽ ഇങ്ങനെ തന്നെയാണ്. അവള് പഠിച്ച് ഇന്ന് അവരുടെ നാട്ടിലുള്ള സിവിൽ ഹോസ്പിറ്റലിൽ അവർ ഡോക്ടറാണ്. അവൾ ആദ്യം ചികിത്സിച്ചത് ആരെന്നറിയോ? അച്ഛനെ ആ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് അവള് എന്നിട്ട് ഇവൾക്ക്
ഗവൺമെന്റ് സിവിൽ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്, പിന്നെ ഇവർക്ക് പ്രൈവറ്റ് ക്ലിനിക് ഉണ്ട്. എവിടെയെന്നറിയോ? എവിടെയാ? ഈ മദീന കോളനി. മദീന കോളനി ഒരു പ്രൈവറ്റ് ക്ലിനിക്കും. അവിടെ ഇവൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യുന്ന ആരാന്നറിയോ? ഈ ഇത് ക്ലിനിക്ക് തുറക്കാനും അത് തൂത്തു തുടയ്ക്കാനും അതുപോലെ ഇവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആരാന്നറിയോ? ഇന്ന് ആരാണ്? അവളുടെ അച്ഛൻ. മനസ്സിലായോ? അദ്ദേഹം അന്ന് ചെയ്ത പാപത്തിനെ കംപ്ലീറ്റ് ഇപ്പൊ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. മനസ്സിലായോ? അതായത് നമ്മുടെ വീട്ടില് കുട്ടികൾക്ക് ശരിയാണ് പ്രതിബന്ധങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളായാലും വലിയ ആൾക്കാരായാലും നമുക്ക് കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വഴക്കുകളാകാം, അല്ലെങ്കിൽ കളിയാക്കലുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുത്തുനോപ്പിക്കുന്ന പല, അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു? നിങ്ങൾ അതിയുടെ കാര്യം വെച്ചാൽ എങ്ങനെയാ കുട്ടി എടുത്തത്? അതൊന്നും ആ കുട്ടിയെ, അച്ഛൻ പറഞ്ഞ വഴക്കോ അച്ഛൻ പറഞ്ഞ ഇതോ തല്ലോ ഒന്നും കുട്ടിയെ തളർത്തിയില്ല. അത് കുട്ടിയെ കൂടുതൽ കൂടുതൽ വാശിയിലേക്ക് എറിയുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ നമുക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും, ഓരോ രോഗങ്ങളും, ഓരോ തളർച്ചകളും എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം നമ്മളെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഇത് വരുന്നത്? മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ ഇത് അനുവദിക്കുന്നത്? നമ്മളെ ബലപ്പെടുത്താനാണ്, നമ്മളെ ശക്തിപ്പെടുത്താനാണ്. എന്താ നമ്മുടെ ആൾക്കാർ കളിയാക്കുന്നത്? എന്തിനാ? നമ്മൾ തളർത്താനാണോ? ബലപ്പെടുത്താനാണ്. അത് എടുക്കരുത്. വഴക്കുകൾ കേൾക്കാം. നമുക്കത് തിരിച്ച് പറയാൻ പറ്റാത്ത ആൾക്കാരെയും വഴക്ക് പറയുന്നത്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, നമുക്ക് തിരിച്ചതുപോലെ പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യരുത്? ഉള്ളിലേക്ക് കൊണ്ടുപോകാതെ അത് മനസ്സിൽ നിന്ന് കളയാൻ നമ്മൾ പഠിക്കണം. ഇത് പ്രാക്ടീസാണ്. ഇത് TA നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏത് പ്രതിബന്ധവും നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ അധ്യയുടെ കഥ പറഞ്ഞതുപോലെ നമ്മളെ കൂടുതൽ കൂടുതൽ വാശിയാണ്. ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിക്കാൻ. ഇതിൽ നമ്മൾ എന്താ, നമ്മുടെ ലക്ഷ്യം എന്താ? എന്ത് ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്താ? സാമ്പത്തിക നേട്ടം മാത്രമാണോ വിജയം? അല്ല. നമ്മളുടെ സാമ്പത്തിക നേട്ടം ഒരു ഇത്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ഉയരണം, മക്കൾ പഠിച്ചത് നല്ല. പക്ഷെ ഇതൊന്നും അല്ല പ്രധാനമായിട്ടും. എന്താ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? സമൂഹത്തിന് ഗുണം ചെയ്യണം. നമ്മളെ കൊണ്ട് സമൂഹത്തിന്, ആ ഡോക്ടർ ദിയ ചെയ്തവർ സമൂഹത്തിന് ഗുണം ചെയ്യണം. നമ്മൾ പഠിച്ച് നമ്മളെ സമൂഹം വളർത്തുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിന് ഗുണം ചെയ്യണം. ഇതിനേക്കാളും ഉപരി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, ശരിയല്ലേ? നമുക്ക് പവർ കൂടുന്നത് ഈശ്വര സാക്ഷാത്കാരത്തോടു കൂടിയാണ്. അന്നേരമാണ് കൂടുതൽ ഈ സമൂഹം എന്ന് പറയുന്ന ആരാ? ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോഴാണ്. ഇപ്പൊ സമൂഹം എന്ന് പറയുന്നത് നമ്മളെല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇല്ലേ? എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ലിംഗവ്യത്യാസത്തിൽ, അതായത് ആണുണ്ട്, പെണ്ണുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വലിയ ആൾക്കാരുണ്ട്, പല സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ട്, പല ജാതി മതസ്ഥ ആൾക്കാരുണ്ട്, പല വിശ്വാസങ്ങളിൽ, പല രാഷ്ട്രീയ ചിന്താഗതികളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണത്? നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. എങ്ങനെയാ സഹോദരി സഹോദരന്മാരാവുന്നത്? എങ്ങനെയാണ് സഹോദരി സഹോദരന്മാരാകുന്നത്? ഇനിയാ ഒന്ന് പറയാമോ? എങ്ങനെയാ നമ്മൾ സഹോദരി സഹോദരന്മാരാകുന്നത്? എങ്ങനെയാണ്? കിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ സഹോദരി സഹോദരന്മാരാകുന്നത്? ഞാൻ ഉദ്ദേശിച്ചോ, അദ്ദേഹം ഞാൻ ചോദിച്ചതിനെ പറ്റി ഇങ്ങനെ ധ്യാനിച്ച ഉത്തരം കണ്ടെത്താൻ ഇനി എങ്ങനെ കല്യാണം കഴിക്കുന്നതാണ് സംശയം. എല്ലാരും സഹോദരി സഹോദരന്മാരായിട്ട് എങ്ങനെ കല്യാണം കഴിക്കുന്നു? ഞാൻ പറയാം. നമ്മളെങ്ങനെ സഹോദരി സഹോദരന്മാരാവുന്നത്? സ്നേഹത്തിലൂടെ, പരസ്പര ബന്ധത്തിലൂടെ. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാവരും മൊബൈലുണ്ട്, ഇല്ലേ? മൊബൈലില്ലേ? നമ്മുടെ എല്ലാവരുടെയും മൊബൈലില്ലേ?
ഇല്ലേ? ഈ മൊബൈലിൽ എങ്ങനെയാ നമുക്ക് പരസ്പരം അങ്ങോട്ടും വിളിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇതൊക്കെ കാണാനൊക്കെ പറ്റുന്നതൊക്കെ എങ്ങനെയാ? അതിനകത്ത് സിം ഉണ്ട്. ഈ സിമ്മ് ടവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ ഓരോരുത്തരും, അതായത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? അതായത് സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയുണ്ട്. നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ് സമയം. നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തി ഒരു സിമ്മാണെന്ന് വിചാരിക്കുക. അത് നമ്മുടെ ബോധം എന്ന് പറയും. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, നമ്മുടെ ഉള്ളിലുള്ള ബോധം, നമ്മുടെ വിവേകം, അറിവെല്ലാം നമ്മുടെ ഉള്ളിൽ. അതാണ് നമ്മളെ നയിക്കുന്നത്, നമുക്ക് ജീവൻ തരുന്നത് അതാണ്. പക്ഷെ ഇത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, സിം വെച്ചതുകൊണ്ട് കാര്യമില്ല. കണക്ഷൻ കിട്ടണം. ഈ കണക്ഷൻ എവിടെയാ? യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. അതായത് നമ്മൾ പല പേര് ഈശ്വരൻ എന്ന് പറയാം, ദൈവം എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അതുമായിട്ട് കണക്ഷൻ ആവുമ്പോൾ, അങ്ങനെ വരുമ്പോൾ അതിലൂടെ നമ്മളെല്ലാവരും എന്താണ്? നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഒരേ ബ്ലഡ്, ചുവന്ന കളറിലുള്ള ഒരേ ബ്ലഡ്, ഒരേ രീതികൾ, ഒരേ സംസ്കാരം, ഇല്ലേ? നമ്മളെല്ലാവരും സഹോദരി. ഞാൻ അവരുമായിട്ട്, നിങ്ങൾ ഓരോരുത്തരും ബന്ധപ്പെടുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ നിങ്ങളെ കാണുന്നത്, സ്നേഹിക്കുന്നതെല്ലാം ആ ഒരു ബന്ധത്തിലൂടെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമുക്ക് ആദരവോടെ ഒരാളെ കാണണമെങ്കിൽ അങ്ങനെ പറ്റൂ. ഇനി സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സെക്രട്ടറിയോട് ചോദിച്ചു, എല്ലാവരും സഹോദരന്മാരാണെങ്കിൽ എങ്ങനെ? ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തില് ആദ്യം നമ്മൾ ആരെ വിവാഹം കഴിച്ചിരുന്നത്? ഹൈന്ദവ സംസ്കാരത്തിൽ നമ്മൾ ആദ്യം കുടുംബത്തെ, നമ്മള് വലിയ തറവാടുകളില് തറവാട്ട് സ്വത്ത് പുറം പോവാതിരിക്കാൻ വേണ്ടി ആര്? അമ്മാവന്റെ മോളെയല്ലേ, ഇല്ലേ? മുറപ്പെണ്ണെന്ന് പറയും മലയാളത്തില്, ശരിയല്ലേ? സഹോദരിയല്ലേ ശരിക്കും അത്? പക്ഷെ ഇന്നാരും ചെയ്യുന്നില്ല. കാരണം ഇന്നത് ശാസ്ത്രീയമായിട്ട് നമ്മള് ഒരേ കുടുംബത്തിലുള്ള വിവാഹിക്കുന്നത് ശരിയല്ല എന്ന് ജീൻസിന്റെ ചിന്തിക്കുമ്പോൾ അതുകൊണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഒന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യ മാതാവും പിതാവും ഇല്ലേ? ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഈ ലോകത്ത് ആദ്യം ഒരു മനുഷ്യനുണ്ടായി, ഒരു മനുഷ്യനും ആ മനുഷ്യന് മക്കളുണ്ടായി. ആ മനുഷ്യന്റെ മക്കള് എല്ലാവരും സഹോദരന്മാരല്ലേ, ഇല്ലേ? അവർ തമ്മിൽ വിവാഹം കഴിക്കാതെ പിന്നെ അടുത്ത ജനറേഷൻ ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വരുന്ന ബ്ലോക്കുകളാണ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞത് ഏകദേശമൊക്കെ മനസ്സിലായോ? ഞാൻ ടി എ എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ടി എയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ടി എ എന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നങ്ങള് മറ്റാരുടെയും സഹായം കൂടാതെ നമുക്ക് തന്നെ പരിഹരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു വിശിഷ്ടമായ ഒരു അറിവാണ് ടി എന്ന് പറയുന്നത്. സാർ പറഞ്ഞത് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമുക്ക് ദൈനംദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റാരുടെയും സഹായം കൂടാതെ നമുക്ക് തന്നെ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു അറിവാണ് ടി എന്ന് പറയുന്നത്. അത് നിങ്ങൾ സമയമുണ്ടെങ്കിൽ നെറ്റിലുണ്ട്. പിന്നെ ഇതുപോലെ പ്രോഗ്രാംസ് നമ്മൾ ഇവിടെ 11-ാം മൈലിൽ നമുക്കൊരു സ്ഥാപനമുണ്ട്. കളമശ്ശേരിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം, കളമശ്ശേരിയിൽ. പക്ഷെ 11-ാം മൈലിൽ നമുക്കൊരു സ്ഥാപനമുണ്ട്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടാവും, നിങ്ങൾ പങ്കെടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്നാണ്, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഏകദേശം മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ ഉറക്കൊന്നും വന്നില്ല ആർക്കും. പിന്നെ ചെറിയ ചെറിയ ജ്ഞാനങ്ങൾ മാത്രമേ ഉള്ളൂ, ഉറങ്ങുന്നില്ല ഇല്ലേ? കാരണം മോഹൻ അറിയാം, കാരണം അങ്ങനെ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ ഈ സാറ് പറഞ്ഞ പോലെ അധികം തമാശ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പഠിക്കുന്നുണ്ട്, കൂടുതലും തമാശ പറയാനായിട്ട് പഠിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ്, ട്രാൻസാക്ഷൻ